അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് EXP ലൈനിലാണ്, അതും ഓലസിനെ വെച്ചിട്ട്. EXP ലൈനിൽ ഓലസിനെ വെച്ച് കളിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ ഞാൻ ഇത് കളിക്കുന്നത് ഓലസിന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹീറോ ആയതുകൊണ്ടാണ്. ബാറ്റിൽ സ്പെല്ലായിട്ട് ഇൻസ്പയർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെടുക്കുന്നത് കൊണ്ട് തന്നെ അറ്റാക്ക് സ്പീഡ് കൂട്ടാനും വേഗം എനിമീസിനെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ സ്വിഫ്റ്റ് ബൂട്ട്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ വാരി ബൂട്ട്സ് ബിൽഡ് ചെയ്യായിരുന്നു, പക്ഷെ ഞാനിവിടെ അറ്റാക്ക് സ്പീഡ് കൂട്ടി വേഗം കളി തീർക്കാനാണ് നോക്കുന്നത്. പിന്നെ പോരാത്തതിന് ഇത് ഹൈ റാങ്കും ഒന്നുമല്ല, ഞാൻ മിത്തിക്ക് എത്തുന്നതേ ഉള്ളൂ. ഇത് ലെജൻഡ് റാങ്ക് ആണ്, സോ ഇത് മതിയാവും. ദേ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം മുതലേ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. ഏർലി ഗെയിം ഓലസ് ഭയങ്കര വീക്കായിരിക്കും, പക്ഷെ നമ്മൾ പേടിച്ച് പിന്മാറരുത്. നമ്മൾ മാക്സിമം അവരെ പേടിയില്ല എന്ന് കാണിച്ച് പോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓപ്പോസിറ്റ് ഇന്നായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അതുപോലെ നമ്മുടെ പ്ലേ സ്റ്റൈലും മാറ്റണം. എന്തായാലും ഇന്ന് ലെവൽ 4 ആവുന്നത് വരെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതുവരെ അവനെ പോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓലസ് ലേറ്റ് ഗെയിം ഹീറോ ആയതുകൊണ്ട് തന്നെ ഫാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫാം ചെയ്യുന്നു അത്രയും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ കയ്യിൽ നിന്ന് ക്രാബിന്റെ ബഫ് മിസ്സായി, പക്ഷെ നമുക്ക് ഇനി മിനിയൻസിനെ വേഗം ക്ലിയർ ചെയ്യാം. ഇത് കണ്ടോ, അവൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാതെ വേറെ ക്രീപ്സിനെയൊക്കെ കൊണ്ട് സ്ട്രോങ് ആവാം. ലേറ്റ് ഗെയിം ഹീറോസിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കില്ല. ഒരു മിഡ് ഗെയിം വരെ അവർ മാക്സിമം ഫാം ചെയ്യണം, എന്നാലേ അവർ സ്ട്രോങ് ആയിരിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓലസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും അൾട്ടിമേറ്റ് അപ്ഗ്രേഡ് ആവുമ്പോൾ അവൻ്റെ ആക്സ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ അപ്ഗ്രേഡ് നമ്മൾക്ക് വരുന്നത് ലെവൽ 4ലാണ്. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ലെവൽ 4 ആവും. അപ്പൊ ആക്സ് ചേഞ്ച് ആവുന്നത് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, ഇനിയും ഇപ്പൊ ലെവൽ 4 ആവും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം അവന്റെ അടുത്ത് പോകാൻ. ഞാനിപ്പോ എന്തായാലും അവന്റെ അടുത്ത് പോകുന്നുണ്ട്. അവന്റെ അൾട്ടിമേറ്റ് എത്രമാത്രം അവന് യൂസ് ചെയ്യാൻ അറിയാമെന്ന് നോക്കാം. ദേ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. അവരെ കൊന്നിട്ടുണ്ട്. ഇനിയുള്ള ടൈം നമ്മൾക്ക് മാക്സിമം അട്ടാറിട്ടുന്ന ഗോൾഡ് എടുക്കാൻ നോക്കാം. ദേ നമ്മളുടെ മിനിയൻസ് വന്നിട്ടുണ്ട്. ഇനി അകത്ത് കയറി നമുക്ക് മാക്സിമം ഗോൾഡ് എടുക്കാം. ഇത് കണ്ടോ, ഏകദേശം 142 ഗോൾഡ് നമ്മൾക്ക് ഇതൊന്ന് മാത്രം കിട്ടി. ഒബ്സിഡിയൻ ലെവൽ 4 ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേഗം പോയി ബാക്കിയുള്ള എല്ലാ ക്രീപ്സും ഇവിടെ നിന്ന് എടുക്കാം. ഓലസ് ലെവൽ 8 എത്തുമ്പോഴാണ് ആക്സ് മെയിൻ അപ്ഗ്രേഡ് നടക്കുന്നത്. ഈ അപ്ഗ്രേഡ് നടക്കുമ്പോൾ ആക്സ് റേഞ്ച് കൂടുകയും കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. നമ്മൾ ലെവൽ 8 എത്തിയിട്ടുണ്ട്. ആക്സും അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് പൊട്ടിച്ച ശേഷം നമുക്ക് വേറെ ലൈനിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോകാം. ലെവൽ 8 ആയതുകൊണ്ട് ഓലസിന് ഒറ്റയ്ക്ക് തന്നെ തട്ടിലൊക്കെ എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മളുടെ ബേസിക് അറ്റാക്കിന്റെ മാത്രമല്ല സ്കിൽസിന്റെ റേഞ്ചും കൂടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഫൈറ്റർ എംബ്ലം വെച്ചത് കൊണ്ട് തന്നെ നല്ല ലൈഫ് സ്പീഡ് ഉണ്ട്.
ഇനി നമുക്ക് ആരെ വേണമെങ്കിലും 1v1 പോകാൻ പറ്റും. പക്ഷേ ഗ്യാങ് ഫൈറ്റ് വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളെ എല്ലാവരും കൂടി കൊന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അവരുടെ ടാങ്കിനെ കൊല്ലാൻ പറ്റി. ഇതേ കണ്ടോ, ഞാൻ ഇപ്പോഴും ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബിൽഡ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ ഫാം ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഓലസിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വേറൊരു കാര്യം, 3 എംബ്ലം ടൈപ്പും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മാർക്സ്മാൻ, അസാസിൻ, ഫൈറ്റർ എന്നീ എംബ്ലങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കളിക്കാവുന്നതാണ്. ആ സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇപ്പൊ എന്തായാലും ഞാൻ ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലെവൽ 6 ആയിട്ടുള്ളൂ. എന്നെ എന്തായാലും കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതേ കണ്ടില്ലേ, പൊതുവെ EXP ലൈനേഴ്സ് ടറക്റ്റും ലൈനും ഒക്കെ ക്ലിയർ ചെയ്യാൻ പൊതുവെ സ്ലോ ആയിരിക്കും. അതിനെ അപേക്ഷിച്ച് മിനിയൻ വേവ്സിനെയും ടറക്റ്റിനെയും എല്ലാം ക്ലിയർ ചെയ്യാൻ ഓലസ് വളരെ ഫാസ്റ്റ് ആണ്. ജോൺസിന്റെ കൂടെ ഇതുപോലെ കാറിലിരുന്ന് പോകാൻ ഓലസ് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്ക്വിഷി ബിൽഡാണ്. നമ്മളൊരു ഗ്യാങ് ഫൈറ്റിൽ പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഡെത്തായി പോകാൻ ചാൻസ് ഉണ്ട്. ജോൺസിന്റെ കൂടെ കാറിൽ പോകാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹൈ ബേസ്റ്റ് ഡാമേജ് ഹീറോസും ഹൈ മൊബിലിറ്റി ഹീറോസുമാണ്. അവന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം ആ ഫൈനൽ ടറക്റ്റും പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ, അവരുടെ ടീംമേറ്റ്സ് വന്നു. നമുക്ക് മെല്ലെ ഇവിടുന്ന് സ്കൂട്ടാവാൻ നോക്കാം. നമ്മൾ ഡിഫൻസ് ആയിട്ട് ഒന്നും ബിൽഡ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡാമേജ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. ലോഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിനിയൻസിനെ വേഗം ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പൊ ലോഡിനെ വേഗം അങ്ങോട്ടേക്ക് എത്താലോ. നമ്മളുടെ ലോഡ് ഇപ്പോൾ അവിടെ ഉണ്ട്. സോ നമുക്ക് ലോഡിന് പോകാനുള്ള വഴികളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ അവസാനത്തെ ടർട്ടും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും വെയിറ്റ് ചെയ്യണ്ട, വേഗം ബേസ് നമുക്ക് പൊട്ടിക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓലസിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നല്ല രസമാണ്. ലെഗ് ഗെയിം ആകുമ്പോഴും നല്ല ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ വേണമെങ്കിലും ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യാം. കമൻസിൽ കുറേ പേര് ആരാണ് സ്ട്രോങ് ആയിട്ടുള്ള ഹീറോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓലസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഹീറോ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാച്ചിന്റെ സ്റ്റാർട്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി. കീപ് സപ്പോർട്ടിങ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.